1,40,00,000 രൂപ വിലമതിക്കുന്ന ഈട്ടിമരങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ വനത്തിന് പുറത്തേക്ക് കടത്തപ്പെടുന്നു. ഉത്തരവിടേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ വനമാഫിയയ്ക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നു. ചോദ്യം ചെയ്ത് സത്യസന്ധനായ ഒരു ജൂനിയർ ഓഫീസറെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ അണിയറയിൽ വൻ ഗൂഢാലോചന നടക്കുന്നു. അതിനുവേണ്ടി വ്യാജരേഖകൾ ചമയ്ക്കുന്നത് മറ്റാരുമല്ല, വനംവകുപ്പിലെ തന്നെ മറ്റൊരു ഉന്നത IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. ഒപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ ഭീകരന്റെ കറുത്ത കൈകളും. ഭരണകൂടവും മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും ഒത്തുകളിച്ച ആ മഹാകൊള്ളയുടെ ചുരുളടിയാൻ ഒരൊറ്റ ഫോൺ കോളിലൂടെയായിരുന്നു. ഇഴഞ്ഞു നടക്കുന്ന രാജവെമ്പാലുകളുടെ വിശപ്പല്ല് പറയ്ക്കുന്നതിനേക്കാൾ ലാഘവത്തോടെ അധികാരത്തിന്റെ തണലിൽ ഇരിക്കുന്ന രാഷ്ട്രീയ കോർപ്പറേറ്റ് വിഷപ്പാമ്പുകളെ പെട്ടിയിലാക്കിയ ഒരു IFS ഓഫീസർ. കേരള പരിസ്ഥിതി ചരിത്രത്തിലെ ഏറ്റവും വലിയ വനക്കൊള്ളയുടെയും അതിന് പിന്നിലെ അധികാര നാടകങ്ങളുടെയും ഒടുവിൽ കൊളുക്കുമലയിൽ നടന്ന ആ വൻ തിരിച്ചുപിടിക്കലിന്റെയും ഞെട്ടിക്കുന്ന കഥയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. സ്ഥലം വയനാട്ടിലെ മേപ്പാടി. സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിന് അടി ഉയരത്തിലുള്ള പ്രകൃതി രമണീയമായ കാടുകളുടെ നാട്. ആ ശാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അതാരും കരുതിയില്ല. മൂന്നാറിൽ നിന്നും മേപ്പാടിയിലേക്ക് ഒരു പുതിയ റേഞ്ച് ഓഫീസർ ചാർജ് എടുക്കുന്നു. പേര് ഷമീർ. വിട്ടുവീഴ്ചയില്ലാത്ത, നിയമം അണുവീടെ തെറ്റിക്കാത്തൊരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വന്ന് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് ഒരു അപേക്ഷ എത്തുന്നു. അപേക്ഷ ഇതായിരുന്നു: പട്ടയ ഭൂമിയിൽ നിന്നും മുറിച്ച് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈട്ടിമരങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ പാസ് വേണം. അപേക്ഷകർ കേരളത്തിലെ വൻകിട ബിസിനസ് ഗ്രൂപ്പായ മാംഗോ ഫോൺ ഉടമകളും റിപ്പോർട്ടർ ചാനലിന്റെ അണിയറ പ്രവർത്തകരുമായ അഗസ്റ്റിൻ സഹോദരന്മാർ. റോജി അഗസ്റ്റിൻ, ആൻഡ്രൂ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ. അപേക്ഷ കണ്ട ഷമീറിന് എവിടെയോ ഒരു കല്ലുകടി തോന്നി. കാരണം അസൈൻഡ് ലാൻഡിലെ രാജകീയ മരങ്ങളായി ഈട്ടിയും തേക്കും മുറിക്കാൻ വനം വകുപ്പിന്റെ മാത്രം അനുമതി പോരാ. കൃത്യമായ റവന്യൂ രേഖകളും വില്ലേജ് ഓഫീസറുടെ പ്രത്യേക സാക്ഷ്യപത്രവും വേണം. ഷമീർ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, താലൂക്ക് ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും പ്രതികൾക്ക് അനുകൂലമായ രേഖകൾ ഒന്നിനു പുറകെ ഒന്നായി ഓഫീസിൽ എത്തിക്കൊണ്ടേയിരുന്നു. വില്ലേജ് ഓഫീസർ വനമാഫിയയുമായി കൈകോർത്ത് വ്യാജരേഖകൾ ചമച്ചിരിക്കുകയാണെന്ന് ഷമീർ കണ്ടെത്തി. തന്റെ മുന്നിലെത്തിയ രേഖകളെല്ലാം വ്യാജമാണെന്നും ഇത് റിസർവ് മരങ്ങളാണെന്നും കണ്ടെത്തിയ റേഞ്ച് ഓഫീസർ ഷമീർ കടുത്തൊരു തീരുമാനമെടുത്തു. ഒരു കാരണവശാലും ഈ മരങ്ങൾ കടത്താൻ അനുമതി നൽകില്ല. പക്ഷേ വനമാഫിയ ഷമീറിനേക്കാൾ 2 പടി മുന്നിലായിരുന്നു. വനംകൊള്ളക്കാർക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്ന് ഒരു വിവാദ ഉത്തരവ് അക്കാലത്ത് പുറത്തിറങ്ങി. പട്ടയഭൂമിയിലെ കർഷകർക്ക് മരം മുറിക്കാം. ഈ ലൂപ്പ് ഹോൾ, അതായത് നിയമത്തിലെ വിടവ് ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാരെ ഭയപ്പെടുത്തിയും പണം നൽകിയും അഗസ്റ്റിൻ സഹോദരന്മാർ അപ്പോഴേക്കും കളി തുടങ്ങിയിരുന്നു. ഷമീറിന്റെ കടുത്ത ഉത്തരവ് നിലനിൽക്കെ തന്നെ ഈ വിവാദ ഉത്തരവിന്റെ മറ പിടിച്ച് വനമാഫിയ ഒരു ലോഡ് ഈട്ടിമരം കടത്തിക്കഴിഞ്ഞിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 1,40,00,000 രൂപ വിലമതിക്കുന്ന അതീവ വില കൂടിയ ഈട്ടിമരങ്ങളായിരുന്നു അത്. ഈ കൊള്ള വെളിച്ചത്തായതോടെ വയനാട് വനം ഡിവിഷൻ ആകെ ഉലഞ്ഞു. ലക്ഷ്യം നടന്നെങ്കിലും വനംവകുപ്പ് തങ്ങൾക്ക് പിന്നാലെയുണ്ടെന്ന് വനമാഫിയ മനസ്സിലാക്കി. നേരത്തെ പല ഉന്നതർക്കും കോടികൾ കൈക്കൂലി കൊടുത്തത് കൊണ്ട് തന്നെ ഈ റിസ്ക് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ഇവിടെയാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ നായകന്റെ എൻട്രി. അന്നത്തെ നോർത്തേൺ സർക്കിൾ CCF DK വിനോദ് കുമാർ. DK വിനോദ് കുമാർ വനം വകുപ്പിലെ വെറൊരു ഉദ്യോഗസ്ഥനായിരുന്നില്ല. കാടിന്റെ മക്കളെ പോലെ കാടിനെ അറിയുന്ന, വനമാഫിയയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന സ്നേക്ക് മാസ്റ്ററാണ്. കടത്തിക്കൊണ്ടുപോയ കോടികളുടെ ഈട്ടിമരം എങ്ങോട്ടാണ് പോയത്? ആരാണത് വാങ്ങിയത്? വനമാഫിയ കാശ് വാങ്ങി ഈ മരം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വിനോദ് കുമാർ ഒരു അതീവ രഹസ്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു. പ്രതികളെ നേരിട്ട് പിടിക്കുന്നതിന് പകരം ഈ മരം വാങ്ങിയ വലിയൊരു ബയറെ കൃത്യമായ നീക്കത്തിലൂടെ വിനോദ് കുമാറും സംഘവും വലയിലാക്കി. ആ ബയറെ ചോദ്യം ചെയ്തതോടെ വനം വകുപ്പിന് ലഭിച്ചത് കേരള ചരിത്രത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. ഇത് വെറുമൊരു ലോഡ് മരത്തിന്റെ കഥയല്ല. വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 15 കോടിയോളം രൂപ വില വരുന്ന വൻ മരങ്ങളാണ് വനമാഫിയ വെട്ടിനിരത്തിയത്. CCF വിനോദ് കുമാറിന്റെ നേരിട്ടുള്ള ഡയറക്ഷനിൽ വനം വകുപ്പ് അന്വേഷണം ശക്തമാക്കി. പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാരുടെ കോർപ്പറേറ്റ് മാഫിയ ശൃംഖലയുടെ വേരുകളിലേക്ക് അന്വേഷണം നീണ്ടു. വനംകൊള്ള പകൽ പോലെ വ്യക്തമായതോടെ അണിയറയിൽ വൻ സ്രാവുകൾ അസ്വസ്ഥരാകാൻ തുടങ്ങി. കാരണം അന്വേഷണം മുന്നോട്ട് പോയാൽ വനം വകുപ്പിലെയും രാഷ്ട്രീയത്തിലെയും പല ഉന്നതരുടെയും കസേര തെറിക്കും. അന്വേഷണം മുറുകിയതോടെ കേസ് അട്ടിമറിക്കാൻ വമ്പൻ സ്രാവുകൾ നേരിട്ട് രംഗത്തിറങ്ങി. അതിനായി അവർ കണ്ടെത്തിയ വഴി ക്രൂരമായിരുന്നു. സത്യസന്ധമായി അന്വേഷണം നടത്തിയ റേഞ്ച് ഓഫീസർ ഷമീറിനെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് കേസ് അട്ടിമറിക്കുക. ഇതിനു വേണ്ടി വനം വകുപ്പിലെ തന്നെ കള്ളനാണയമായ അന്നത്തെ വിജിലൻസ് കൺസർവേറ്റർ NT സാജൻ രംഗത്തിറങ്ങി. സാജൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. മുമ്പ് മണിക്കുന്നമലയിൽ നിയമപരമായി കിട്ടിയ പാസ് ഉപയോഗിച്ച് മുറിച്ച മരങ്ങളുടെ പേരും പറഞ്ഞ് ഷമീറാണ് മരത്തിനുള്ളിൽ നിന്നും മരം മുറിക്കാൻ ഒത്താശ ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം.
ഇതിനുവേണ്ടി പ്രതിയായ റോജി അഗസ്റ്റിന്റെ ഡ്രൈവറെ സ്വാധീനിച്ച് ഷമീറിനെതിരെ വ്യാജ റിപ്പോർട്ടുകളും മൊഴികളും ചമച്ചു. ഇതിനൊപ്പം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ ഭീകരനും ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നു. ചാനൽ ചർച്ചകളിലൂടെയും വ്യാജ വാർത്തകളിലൂടെയും ഷമീർ എന്ന ഉദ്യോഗസ്ഥനെ വനപാലകനല്ല വനക്കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചു. ഒരു വശത്ത് വനമാഫിയ, മറുവശത്ത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥനായ സാജൻ, കൂട്ടിന് മാധ്യമ സ്വാധീനവും. ഷമീർ എന്ന ജൂനിയർ ഓഫീസർ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയ നിമിഷം. പക്ഷേ വനമാഫിയയ്ക്ക് ഒരു തെറ്റുപറ്റി. അവർ വിനോദ് കുമാർ എന്ന CCFന്റെ കരുത്ത് കുറച്ചു കാണിച്ചു. തന്റെ കൺമുന്നിൽ വെച്ച് ആത്മാർത്ഥതയുള്ള ഒരു ജൂനിയർ ഓഫീസറെ വനമാഫിയയും കള്ളനാണയങ്ങളായി ഉദ്യോഗസ്ഥരും ചേർന്ന് ചതിക്കാൻ വിനോദ് കുമാർ അനുവദിച്ചില്ല. സാജൻ സമർപ്പിച്ച വിജിലൻസ് റിപ്പോർട്ടിലെ ഓരോ വരിയും വിനോദ് കുമാർ സൂക്ഷ്മമായി പരിശോധിച്ചു. തന്റെ അസാധാരണമായ അന്വേഷണ മികവിലൂടെ സാജന്റെ വ്യാജ റിപ്പോർട്ടുകളിലെ പൊള്ളത്തരങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം പൊളിച്ചടുക്കി. DK വിനോദ് കുമാറിന്റെ ശക്തമായ ഇടപെടലോടെ സാജന്റെ കുതന്ത്രങ്ങൾ പൊളിഞ്ഞു വീണു. ഷമീർ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെട്ടു. അഗസ്റ്റിൻ സഹോദരന്മാരുടെ ചാനൽ കോർപ്പറേറ്റ് കൊള്ള ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു. വിനോദ് കുമാർ സമർപ്പിച്ച കനപ്പെട്ട റിപ്പോർട്ടാണ് ഒടുവിൽ അഗസ്റ്റിൻ സഹോദരന്മാരെയും അവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ എത്തിച്ചത്. എന്നാൽ ഭരണമാധ്യമ കോർപ്പറേറ്റ് സഖ്യത്തിന്റെ കറുത്ത മുഖം പുറത്തു കൊണ്ടുവന്നതിന് വിനോദ് കുമാറിന് ലഭിച്ച സമ്മാനം എന്തായിരുന്നു എന്നറിയോ? കടുത്ത പ്രതികാര നടപടികൾ. കേസന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ വനമാഫിയയ്ക്ക് വേണ്ടി ഉന്നത തലങ്ങളിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായി. സർക്കാരിന്റെ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വിനോദ് കുമാറിനെ കണ്ണൂർ CCF പദവിയിൽ നിന്നും പെട്ടെന്ന് സ്ഥലം മാറ്റി. സോഷ്യൽ ഫോറസ്ട്രി എന്ന തികച്ചും അപ്രധാനമായ ഫീൽഡ് ആക്ഷനുകൾ ഇല്ലാത്ത തസ്തികയിലേക്കാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്. അതേസമയം കേസ് അട്ടിമറിക്കാൻ നോക്കിയ വനമാഫിയയ്ക്ക് കുടപിടിച്ച ND സാജന് സൗത്ത് സോൺ വനം സർക്കിൾ മേധാവിയായി പ്രമോഷൻ നൽകി. വനമാഫിയയുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു ആ സ്ഥലം മാറ്റ ഉത്തരവ്. നിയമം തോൽക്കുകയും മാഫിയ ജയിക്കുകയും ചെയ്ത നിമിഷം. പക്ഷെ CCF DK വിനോദ് കുമാർ കുലുങ്ങിയില്ല. അദ്ദേഹം പുഞ്ചിരിയോടെ ആ നാടുകടത്തൽ സ്വീകരിച്ചു. കാരണം കാലം എപ്പോഴും സത്യത്തോടൊപ്പമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. എന്തായാലും ഈ ട്രീ കട്ടർ മാഫിയയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.